സോ ഇന്നിപ്പോ ഉള്ളത് വിവേക് യൂണിവേഴ്സിറ്റിയിലാണ്. യുപിയിലെ ബിജ്നൂറിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത്. ഇവിടെ വന്നത് സത്യത്തില് വെറ്റിനറിയുടെ അഡ്മിഷൻസിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചെയർമാനെ കണ്ട് സംസാരിക്കാൻ വന്നതാണ്. അപ്പൊ ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് എന്ത് ചെയ്തു, രണ്ടാൾക്കാരെ കണ്ടു. രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. സോ ദിവ്യശ്രീ, ദേവിമായ ചേച്ചിയാണ് മൂത്ത ആള്, ദിവ്യശ്രീ ഇളയതാണ്. ബാംഗ്ലൂരിൽ പഠിച്ചു, അതിനുശേഷം കുറച്ചാൾ ബാംഗ്ലൂർ വർക്ക് ചെയ്തു, അതിനുശേഷം അറൗണ്ട് 7 years ആയിട്ട് ബിജ്നോറിലുണ്ട്. സോ ഇതാണ് കേട്ടോ സ്റ്റോറി. നമ്മള് ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാര്യം വേറൊന്നല്ല, എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുന്ന ഒരു ചൊല്ലുണ്ട്. ശരിയല്ല, ഞാൻ പറയാവുന്ന സെയിം വേർഡാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ മലയാളികൾക്കിടയിൽ ഒരു ഇതുണ്ട്, നമ്മൾ ലോകത്തിന്റെ എപ്പോഴും പോയാലും ഒരു മലയാളികളെ കാണണം. അത് എല്ലാവരും കണ്ടിട്ടുമുണ്ട്. എന്നാലും ഇത് ഭയങ്കര സർപ്രൈസ് ആയി. ഞാൻ വന്നിട്ട് ചെയർമാന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ പുള്ളി ചോദിച്ചു എവിടെന്നൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ സ്റ്റേറ്റ് പറഞ്ഞു. അപ്പൊ പുള്ളി ഒരു മലയാളി കേരളത്തിൽ നിന്ന് ആരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പുള്ളി നേരെ എന്ത് ചെയ്തു, എനിക്ക് തോന്നുന്നു HOD ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറിനെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. സോ എങ്ങനെയാണ് വിളിച്ചത് സത്യത്തില്? ഞങ്ങൾ ആക്ച്വലി ഒരു 5 പേര് 6 പേരുടെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ. പിന്നെ അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്, യുപിയിൽ പല പല കോളേജിലൊക്കെ ആയിട്ടുമായി. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ ആഡൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ബാംഗ്ലൂർ സിദ്ധഗംഗ, തുംകൂർ പ്രോപ്പർ. ഇല്ല, ഞാൻ MSc പഠിച്ചത് ജോസ്കോ നെൽമംഗല എന്ന് പറയും. പിന്നെ ബാംഗ്ലൂരിൽ തന്നെ വർക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ജോസ്കോയിൽ തന്നെ വർക്ക് ചെയ്തു. ടീച്ചിങ്ങില് പിന്നെ നമ്മളിപ്പോ MSc അങ്ങനെ തന്നെ ടീച്ചിങ്ങിൽ തന്നെ അന്ന് കണ്ടിന്യൂ. അന്നും ക്ലിനിക്കലിനോട് കുറച്ച് താല്പര്യം കുറവായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് സെറ്റിൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് സെറ്റ് ആയിട്ട് പോകാം. അധികം എക്സ്പെൻസ് ഒന്നുമില്ല. ഫാമിലി, ഞങ്ങളിപ്പോ ഇവിടെ ഫാമിലി ആയിട്ട് സെറ്റ് ആണ്. 7 വർഷമായി. വലിയ എക്സ്പെൻസ് ഒന്നുമില്ല, ഓക്കെയാണ്. പിന്നെ നമ്മൾ നോർമലി കേരളത്തിൽ ഒരു ഇതുണ്ടല്ലേ UP പറ്റിയും. നമ്മളിപ്പോ 7 വർഷമായി ഇവിടെ. അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ പിള്ളേരുമായിട്ട് എല്ലാവരും താമസിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ. എനിക്കൊരു മോള്. ഇവിടെ സെന്റ് മേരീസ് ഉണ്ട്, മലയാളികളുടെ തന്നെ സ്കൂളുണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് 3 കിലോമീറ്റർ. ഞങ്ങൾ ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത്. രാവിലെ 9:30 ക്ലാസ് സ്റ്റാർട്ട് ആവും. 9:30 തൊട്ട് 4:30 വരെയാണ് ടൈം. ബട്ട് വിന്റർ ടൈമില് 10 മണിയാകും. തണുപ്പ് 3:30-4 മണിയാകും. ഞങ്ങളുടെ വീട്ടിൽ മമ്മിയുണ്ട്. എല്ലാരും പ്രോപ്പർ ഇടത്തുവാണ്. ആലപ്പുഴ ഇല്ല, ഇനിയിപ്പോ ഈ ജൂണില് വെക്കേഷൻ ഉണ്ട്. 1 month വെക്കേഷൻ കിട്ടും ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ പോകാം. ബസ്സുണ്ട്. പിന്നെ ഇറങ്ങുന്നപ്പോൾ ന്യൂഡൽഹി ഡയറക്റ്റ് ന്യൂഡൽഹി നിസാമുദ്ദീൻ 2 സ്റ്റേഷൻ. ഏതൊരു നിസാമുദ്ദീൻ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ കാശ്മീരി ഗേറ്റ് വന്നിട്ട് ബസ് എടുക്കും. സത്യത്തിൽ എനിക്ക് കാശ്മീരി ഗേറ്റ്സിന്റെ ബസ്സുള്ള കാര്യം അറിയില്ല. അപ്പൊ ഈ റൂട്ട് എങ്ങോട്ടാണ് കണക്ട് ആവുന്നത് ബിജ്നോറിൽ? ബിജ്നോറിൽ നിന്ന് പിന്നെ ഇത് അടുത്ത ഹൽദ്വാർ, ചാന്ദ്പൂർ, അങ്ങനെ. ഹരിദ്വാർ ആ റൂട്ടാണ്. എന്തായാലും ബസ് ഉണ്ടാവില്ല. ഇത് തന്നെ ഒറ്റ ഓപ്ഷൻ ഹരിദ്വാർക്ക് പോകാനായിട്ട്. എന്തായാലും ഫുൾ ടൈം എന്തായാലും ബസ്. അപ്പൊ ആ ഒരു പ്രശ്നമൊന്നുമില്ല. സത്യത്തിൽ ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെറ്ററിയുടെ കോഴ്സ് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി. അപ്പം UPയിലെ ഫസ്റ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വെറ്ററി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ കാര്യമായിട്ട് വന്നു ഇങ്ങനെ സംസാരിക്കുന്നപ്പോ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് എനിക്കിവിടെ പഠിപ്പിക്കാനാണ്. പിന്നെ ഭയങ്കര സന്തോഷം. നേരത്തെ BMSലും ഉണ്ട് കുറെ ഫാക്കൽറ്റികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, കുറച്ചു പേരുണ്ട്. മലയാളികളുണ്ട്, BMS ഉണ്ട്, 1-2 പേരുണ്ട്. ഞാനിപ്പോ കാര്യമായിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് പഠിപ്പിക്കുന്നു. ഫാമിലി ആയിട്ട് എന്തെങ്കിലും റെന്റഡ് ആണോ അല്ലെങ്കിൽ ഓൺ ഹൗസ് ആണോ? റെന്റഡ്. അപ്പൊ ഇത്രയും റെന്റൊക്കെ കൊടുത്ത് നിൽക്കുമ്പോൾ പേ ഔട്ട്സ് ഉണ്ടോ? ശമ്പളം പറയണ്ടോ? ഇല്ല, നമുക്ക് കോളേജിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ആസ് എ ഫാക്കൽറ്റി ഹാഫ് തരും. നമുക്കിപ്പോ എത്രയാണോ വീടിന് കൊടുക്കേണ്ടത് അതിന്റെ ഹാഫ് ഇവിടെ നിന്ന് തരും. ഇപ്പൊ ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സ് പണിയുന്നുണ്ട് ഇവിടെ. വിത്തിൻ 1 year ഞങ്ങൾ ഷിപ്പ്. കണ്ടിന്യൂസ് വലിയ കുഴപ്പമില്ല. ഇല്ല, മാനേജ്മെന്റ് നമുക്കത് എല്ലാത്തിനും ഫുൾ ഫ്രീഡം ആണ്. ഒന്നിനും അൺനെസസറി ആസ് എ ഫാക്കൽറ്റി നമ്മളുടെ ഒരു കാര്യത്തിന് അവർ ഇന്റർഫിയർ ചെയ്യുകയൊന്നുമില്ല. പിന്നെ എനി ടൈം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ നമ്മൾ അപ്രോച്ച്. ഇപ്പൊ ചെയർമാൻ സാർ ആണെങ്കിലും PC സാർ ആണെങ്കിലും നമ്മൾ ഡയറക്റ്റ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന മാനേജ്മെന്റ്. വേറെ ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. എങ്ങനെയാണ് നമ്മളൊരു പിന്നെ ലൈഫ് സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇവിടുന്ന് ഹരിദ്വാർ വളരെ എത്ര 80 കിലോമീറ്റർ ഉള്ളൂ. ഹരിദ്വാർ ആണെങ്കിലും പിന്നെ നൈനിതാള് അടുത്തുണ്ട്. ടൂറിസ്റ്റ് ഏരിയാസ് ഒക്കെ ഉണ്ട്.
നോർമലി നാട്ടിൽ നിന്ന് ട്രെയിൻ ആവാതെ ഫ്ലൈറ്റ് ആണോ? ഇല്ല, നേരത്തെ ഒക്കെ ഞങ്ങൾ ട്രെയിനിന് വരുമായിരുന്നു, സിംഗിൾ ആയിരുന്നു. ഇപ്പൊ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഫ്ലൈറ്റിന്. ട്രെയിൻ ടിക്കറ്റ് ട്രെയിനിന്റെ ടിക്കറ്റ് അതെ അതെ ഓക്കെ. സോ നമുക്ക് ഈ പിന്നെ ഈ നമ്മുടെ നാട്ടില് ഇപ്പം നോർത്ത് ഇന്ത്യൻ ഫുഡിലോട്ട് ആയോ അതോ സൗത്ത് ഇന്ത്യൻ? ഇല്ല, നമ്മള് പ്രിപ്പയർ ചെയ്യുവാണ്, സെൽഫ് കുക്കിംഗ് ആണ്. ബട്ട് അഡ്ജസ്റ്റ് ആയി. കമ്പയർ ടു ഞങ്ങൾ ഫസ്റ്റ് കർണാടകയിലായിരുന്നു, ബാംഗ്ലൂരിലായിരുന്നു. അവിടുത്തെ ഫുഡിനെ കമ്പയർ ചെയ്തിട്ട് അത്രയും പ്രോബ്ലം തോന്നുന്നില്ല എനിക്ക് ഇവിടത്തെ. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റഫ്സും കിട്ടുന്നുണ്ട്. റൈസിന്റെ മാത്രം തന്നെ പ്രശ്നം. അതിനിപ്പോ പിന്നെ കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട് പോയാൽ പോലും കിട്ടാൻ പോകും. ഞാനൊരിക്കലും ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് പിന്നെ ആകെ ഈ വലിയ റൈസ് ഞാൻ കണ്ടിട്ടുള്ളത് ദുബായിൽ മാത്രമാണ്. കാര്യം ഈ നാട്ടിലുള്ള മലയാളികളുടെ 80% അവിടെയാണ്. അപ്പൊ നാട്ടിലെ എല്ലാ സാധനവും അവിടെ ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ കിട്ടുന്നുണ്ട്. മലയാളീസ് ഉണ്ടല്ലോ ഫുൾ. നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എന്താണ് കേരള ഹൗസിൽ കിട്ടുന്നുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ടേ കുറെ കടകളുണ്ട്. അവിടെയൊക്കെ വലിയ റൈസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈവൻ ഇപ്പൊ കറങ്ങി എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ ഒരു 10-25 കേരള ഹോട്ടൽസ് ഏകദേശം എല്ലാവരും ഗ്രീൻ ഹൗസ്, ഗ്രീൻ പാർക്ക്, അവിടെയൊക്കെ എന്തുണ്ട് കുറെ ഹോട്ടൽസ് കിട്ടുന്നുണ്ട്. ഓക്കെ. നേരത്തെ ഇവിടെ 2-3 ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അവിടെ എല്ലാം മലയാളി സ്റ്റാഫ് നഴ്സുമാരുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടല്ലേ, അപ്പൊ ഇവിടെ പള്ളിയില് സെന്റ് മേരി സ്കൂളിന് അവരുടെ ഒരു പള്ളിയുണ്ട്. അപ്പൊ അവിടെ എല്ലാവരും വരും. വരാറുണ്ട്. ഒരു 7-8 കിലോമീറ്റർ. റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര കംഫർട്ട്. വോക്കബിൾ ഡിസ്റ്റൻസ് തന്നെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്തോന്നും റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇവിടുന്ന് കോളേജിന്റെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2 കിലോമീറ്റർ ഉണ്ട്. കാര്യം നമുക്ക് ടൗണിൽ ഞാൻ നോക്കുന്ന സമയത്ത്, ടൗണിൽ നിന്ന് വരുന്ന സമയത്ത് കോളേജിന് ഒരു ഞാൻ നോക്കുന്ന സമയത്ത് 5 കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞാൽ 2.5 കിലോമീറ്റർ ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ. ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഒരു 10 മിനിറ്റ്സ് ഇല്ല, 10 മിനിറ്റ്സ്. അപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേരെ സംബന്ധിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇന്നിപ്പോ ഞാൻ ഇതില് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ട്രെയിനിന്റെ ഒരു ആപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ടൈമിംഗ് ഒക്കെ നോക്കുന്നത് വെരി സ്പൈൻ ട്രെയിനിൽ ഞാൻ ഇന്ന് നോക്കുന്ന സമയത്ത് ഇന്ന് 2 ട്രെയിൻ ഉണ്ട് കാണിക്കുന്നത്. അതായത് 7:30 ഒരു ട്രെയിനും പിന്നെ വൈകുന്നേരം ഒരു ട്രെയിനും. കുറച്ച് കംഫർട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ സീരിയസ്ലി ഞാൻ പിന്നെ നമുക്കിപ്പോ നാട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു കൺസേൺ ഉണ്ടെന്നില്ലേ. ഞങ്ങള് ദൂരെയാണെന്ന് പറയുന്നത് പാരന്റ്സിന്റെ ഭയങ്കര കൺസേൺ. അപ്പം നമുക്ക് പിന്നെ മലയാളീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സമാധാനമായിരിക്കും. ഞങ്ങൾ എപ്പോഴും അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ മലയാളി ഫാക്കൽറ്റിയുള്ള കോളേജ് എന്ന് പറയുമ്പോൾ പാരന്റ്സിന് അത്രക്കൂടെ ഭയങ്കര കംഫർട്ടാണ്. സോ എന്തായാലും ഈ ഒരു സംഭവം നമ്മൾ ബാംഗ്ലൂർ പഠിച്ച സമയത്തും ഇതുപോലെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് നമ്മുടെ പേരന്റ്സ് ഇതുപോലെ തന്നെ മലയാളീസ് ഉണ്ടോ നോർമലി അല്ല, ഈവൻ ഒരു ഫാക്കൽറ്റി ഉണ്ട് എന്ന് പറയാം. ബിക്കോസ് എന്തായാലും ഇത് ഈ ഒരു ബിൽഡിംഗിലാണ് നമ്മൾ വെറ്ററിനറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ച് സംസാരിക്കാനെങ്കിൽ ഇപ്പൊ ഈവൻ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഹിന്ദി അറിയണമെന്നില്ല, എത്ര പേരൻസിന് അറിയാൻ സാധിക്കും. അപ്പൊ ഈവൻ ഒരു കുട്ടിക്ക് ഒരു ജലദോഷമോ പനിയോ എന്തെങ്കിലും വിളിച്ച് സംസാരിക്കാൻ ഒരു മലയാളി എങ്കിലും അവിടെ ഇരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം. ശരിയാണ്. സോ എന്തായാലും ഒരുപാട് വന്നാലും ജൂണിലില്ല ലീവ്. മക്കൾക്ക് എങ്ങനെയാണ് ഇവിടെ ലീവ് വരുന്നത്? ജൂണിലാണ്, സമ്മറിൽ തന്നെയാണ്. സമ്മർ വെക്കേഷൻ എല്ലാവർക്കും കൊടുക്കും. 1 മന്ത് വിന്ററും കൊടുക്കും. വിന്റർ കൊടുക്കുന്നുണ്ട്. തണുപ്പ് കൂടുമ്പോഴത്തേക്കാണ് ഇവിടെയും ഉണ്ട് സ്റ്റുഡൻസിന് 15 days ഉണ്ട് വിന്റർ വെക്കേഷൻ. ജനുവരി ഫസ്റ്റ് വീക്ക് 2 ടൈം വെക്കേഷൻ ഉണ്ട്, സമ്മർ വിന്റർ. സമ്മർ വിന്റർ വരുന്നുണ്ട്. സോ നമുക്ക് അവിടെ സമ്മർ മാത്രമായതുകൊണ്ടാണ് 2 മാസം ഇവിടെ ഡിവൈഡ് ചെയ്ത്. സോ എന്തായാലും ഒരുപാട് താങ്ക് യു. വളരെ സന്തോഷം. ഓക്കെ.